പണം ചെലവഴിക്കാനുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. കുറച്ച് നാളത്തേക്കെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മേ ബി ഉണ്ടാകാം. പക്ഷേ ഇത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ കയ്യിൽ ധനമില്ലാതെ കടം മേടിച്ച് ഒരിക്കലും വഴിപാടുകളോ പൂജകളോ നടത്തരുത്. അത് നിങ്ങളെ ഒന്നുകൂടി ദുഃഖങ്ങളിലേക്ക് തള്ളിവിടുകയുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നോക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ കർമ്മഘടങ്ങൾ തന്നെയാണ്. എന്താണ് കർമ്മഘടം? മുൻ ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ മനുഷ്യരോടോ പക്ഷിമൃഗാദികളോടോ ജീവനുള്ള ഏതൊരു വസ്തുവിനോടോ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ പ്രയാസങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. ഇതിനാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത്. അതിനാൽ ആദ്യം നാം ചെയ്യേണ്ടത് ചെയ്തു പോയ തെറ്റുകൾക്ക് അല്ലെങ്കിൽ ജന്മാന്തര പാപങ്ങൾക്ക് നിങ്ങൾ നിരന്തരം ക്ഷമാപണം നടത്തുക എന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തോട് മതി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോടായിട്ട് പറഞ്ഞാൽ മതി. ഫെമിനൈൻ എനർജി സങ്കല്പത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ കാർമിക് എഫക്റ്റ് പെട്ടെന്ന് തീർക്കാൻ നിങ്ങളെ സഹായിക്കും. അതായത് ദേവിയോടോ മാതാവിനോടോ അങ്ങനെയുള്ള ഫെമിനൈൻ എനർജിയോടാണെങ്കിൽ ഈ കാർമിക് എഫക്റ്റ് പെട്ടെന്ന് നിങ്ങളിൽ കുറഞ്ഞു വരുന്നത്